ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ ഒരാളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇവിടെ കുറിച്ചൊക്കെ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കിയേ, അതിനകത്തോട്ട് തന്നെ നോക്കിയിരിക്കുന്നത്. ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറ. ഹായ്. എന്റെ മോന്തൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതാരാണെന്ന് ചോദിച്ചാൽ ഇതാണ് ആ പുള്ളിക്കാരൻ. അപ്പോൾ ഇത് എൻ്റെ വല്യച്ഛൻ്റെ മോനാണ് കേട്ടോ. നമ്മുടെ സച്ചിനില്ലേ, അപ്പം സച്ചിനെ അറിയാവുന്ന ആളുകളുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന മിക്ക ആളുകൾക്കും അവനെ അറിയാം. അപ്പോൾ അവൻ്റെ കുഞ്ഞുവാവയാണിത് കേട്ടോ. ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം വല്യച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. വല്യച്ഛൻ്റെ വീട്ടിൽ നമ്മൾ നേരത്തെ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഇവന് 6 മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ 28 പോയതാണ്. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇവനെ കാണുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും ഇങ്ങനെ പോകണം, കാണണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മിക്കവാറും ഈ പിള്ളേർക്ക് പനിയൊക്കെ വരും. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ കാണാൻ അങ്ങനെ പോകരുത്. കുഞ്ഞുങ്ങളൊക്കെ എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി പവറൊക്കെ നല്ല കുറവായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വൈറൽ പനിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പടരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൂടുതലും നമ്മളിങ്ങനെ അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഞാൻ ഇതുവരെ അതുകൊണ്ടാണ് പോകാതിരുന്നത്. പിള്ളേർക്ക് ഇങ്ങനെ കുറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടവിട്ട് പനി വരുന്നത് കൊണ്ട് അങ്ങനെയാണ് കേട്ടോ പോകാൻ പറ്റാതിരുന്നത്. അപ്പം നമ്മളിപ്പം അവിടെ പോയി കുഞ്ഞിനെയൊക്കെ കണ്ടു. ഇത് അവിടുത്തെ പട്ടിയില്ലേ, ജൂലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളുടെ കുഞ്ഞാണ് ഇരിക്കുന്നത്. അവർ 5-6 മക്കളുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ ആർക്കൊക്കെയോ കൊടുത്തു. പിന്നെ ഇനി 2 കൂടെ ഉള്ളൂ. അതിലൊരാളാണത്. ഒരാൾ അവിടെ എവിടെയോ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ജൂലി ഹാപ്പി ആയിട്ടൊക്കെ ഇവിടെ കറങ്ങിയടിച്ചൊക്കെ നടപ്പുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കാണാം ജൂലിയെ. അപ്പം അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചു. വാവുമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. മോനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവനെക്കാട്ടി ഭയങ്കരമായിട്ട് കിടന്ന് അവിടെ കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. 3 പേരുടെ ഭയങ്കരമായിട്ട്. അവനും ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഇവനും ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ ഭയങ്കര കളിയും ബഹളവും ചിരിയൊക്കെ ആയിരുന്നു. അവള് 4 പീസാക്കി പോന്നെ അടിച്ചച്ചാറാക്കിയത് ഇപ്പഴും കാണിക്കുന്നുണ്ടല്ലേ. ഇന്നലെ ഞാൻ റെഡിയാക്കിയതാ. വൈശികേ, വാവ ഇഷ്ടപ്പെട്ടോ? ഇത് 2 കുഞ്ഞാവുകൾ കിടക്കുന്നേ. മാമ കിടക്കുന്നതിനൊപ്പം കിടക്കും. വൈശുടി നീ അപ്പുറത്തും കൂടെ പോയി കിടക്കടി. ഇങ്ങനെ അവിടെ കിടക്ക്. അങ്ങനെ എണ്ണ കണ്ടപ്പോ എഴുന്നേറ്റ് പോന്നേട്ടാ അവള്. ഓ അപ്പം വന്നേനാന്ന് എഴുന്നേറ്റ് പോയെ. ഒരാൾ എഴുന്നേറ്റ് പോന്നു കേട്ടോ വല്യച്ഛൻ വന്നപ്പോ. ജൂലിയുടെ മക്കളൊക്കെ എന്തോ ആയി? യോ വേണ്ടായേ. ഡേ ആണ്ട അപ്പൂപ്പ വന്നേ. ഇവിടെ നോക്കിയേ. മാറിയ വശു മാറിയടി. ഇങ്ങ് വാ, ഇങ്ങ് വാ, ഇങ്ങ് വാ, ഇങ്ങോട്ട് വാ. വാവി ഇങ്ങോട്ട് വാ. ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ. നോക്കിക്കോണേ, അടുത്ത താടി ഇടിക്കൂടെ. വാവ ഇങ്ങ് വാ, ഇങ്ങ് വന്നേ.
തലേണോടി ഇടിക്കൂടാ. ഇങ്ങോട്ട് തിരിഞ്ഞാന്നേ കുഴപ്പമില്ല. അയ്യോ അത് കണ്ടോ, കൊച്ചു കിടക്കുന്ന സ്ഥലമാ. മാവേ ഇങ്ങോട്ട് വാ മാവേ. എവിടാ എവിടെ? ഇല്ല, പണ്ട് പോയായിരുന്നു, ഒരു വർഷം കഴിഞ്ഞ്. ഓ ഭയങ്കര പാടാന്ന്. പിള്ളേരെയൊക്കെ ആയിട്ടൊന്നും പോകാൻ പറ്റത്തില്ല, ഒറ്റയ്ക്കൊക്കെ ആണേ പറ്റും. ഇങ്ങടുത്തേരെ എന്തുവാ? മുടി പിടിച്ച് വലിച്ചു ചോദിച്ചുണ്ട്. അവളൊന്നുമില്ല കാണിക്കുന്നത്. ഇവിടെ എല്ലാം കഴിഞ്ഞ് നടന്നോളൂ. ഇവിടെ ഒത്തിരി സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. സ്റ്റെപ്പ് കയറുവോ? ക്യാമറക്കകത്തോടെ ഫോണിനകത്തോട്ടൊക്കെ നോക്കാം മുഖത്തോട്ട്. ഇത് ആരാ ഇരിക്കുന്നേ? സെൽഫി എടുക്കുമ്പോഴേ നോക്കത്തുള്ളൂ, അല്ലാതെ നോക്കത്തില്ല. ഇന്നലെ ഞങ്ങളുടെ മേടിച്ച് വലിയ പന്താ, അതടുത്തവരെ അതിന്റെ കീഴിൽ കയറ്റിട്ട് വെള്ളം കുടി. കള്ളച്ചേർക്കനാണോ? ഇനി എടുത്തു കൊടുക്കും മോളെ. അത് രണ്ടും ആണാന്ന് തോന്നായിരുന്നു എല്ലാരും ചോദിക്കുന്നത്. ഇത് രണ്ടും ആണാന്ന് തോന്നായിരുന്നു എല്ലാരും ചോദിക്കുന്നത്. മധുകൊച്ചിന്റെ മുഖം എല്ലാരും പറയുന്നതൊക്കെ അവിടുത്തെ അച്ഛന്റെ മുഖമാണ്, ഏട്ടന്റെ അച്ഛന്റെ. അത് കൊച്ചിനാണല്ലേ ഇത്? ആ വകുപ്പിലായിരുന്നു. വെള്ളം കുടിക്ക്, വെള്ളം കുടിക്ക്. അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നു എന്നെ കേട്ടോ. ദേവ് ഇട്ടേക്കുന്ന ഞാൻ കണ്ടു. കാല പിടിക്കുന്നു, കാല പിച്ചത്. അവ വിളിക്കണം പോണില്ല കേട്ടാ, അവ വിളിക്കണം പോണില്ല, അവ വിളി കേൾക്കും. ഇവിടെ മോന്ത ഇന്ന് ഇടിച്ചതാ, രണ്ടുപേരുടെ കളിച്ചതാ. എന്റെ മുഖം കണ്ട ചുമന്നിരിക്കുന്ന വൈശികയുടെ മൂക്ക്. നോക്കിയേ അക്ക തൊട്ടി കിടത്തുവോ? ഇങ്ങോട്ടായോ? തല വീഴും മാവയുടെ, തല വീഴും മാവയുടെ. ഓ ഇടിക്ക 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 ഇടിക്ക. ആണ്ടേ അവന്റെ ചിരി കണ്ടോ? അവളെ തട്ടിക്കൊണ്ടുപോയി. ഇനിയില്ല തട്ടിക്കൊണ്ടുപോയി.
അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ ദേവിൻ്റെ വീട്ടിലാണ് കേട്ടോ. എന്തായാലും ഇവിടെ അടുത്ത് വരെ വന്നല്ലേ, അപ്പോൾ അവരുടെ വീട്ടിൽ കയറാതെ പോകുന്ന മോശമില്ല. രാത്രിയായി, എന്നാലും സാരമില്ല, ഞങ്ങൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ചിക്കൻ കറി തരാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ചിക്കൻ കറി അവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വീട്ടിൽ ചോറുണ്ട്, എനിക്ക് കറി മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പറഞ്ഞതല്ലേ, അപ്പം നമ്മൾ വാങ്ങിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം കഴിക്കാമെന്ന് പറഞ്ഞു. അത് കഴിക്കാൻ വേണ്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പാഴ്സൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പാഴ്സൽ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ. ഇങ്ങോട്ട് വാടേ, വൈശൂടെ അവിടെ വന്നില്ലടി. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇവരിവിടെ എങ്ങും ഇല്ല കേട്ടോ. ഇവരെവിടേക്കോ പോയി നിന്ന് കളിക്കണം. അവരുടേതായിട്ടുള്ളൊരു ലോകം അവർ ആ നിമിഷ നേരം കൊണ്ട് സൃഷ്ടിച്ചെടുത്തു. അപ്പം ഞാനിങ്ങനെ കുറേ നേരം വിളിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് വന്നത്, രണ്ടുപേരും കൂടി. അങ്ങനെ വന്ന് നിന്നിട്ട് പെട്ടെന്ന് ഓടിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ.